24 കഥകളും പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയുത്തരം ലഭിച്ചതിലൂടെ ഈ സമയം അത്രയും തന്നെ ചുമലിലേറ്റി നടന്നത് വിക്രമാദിത്യ മഹാരാജാവ് തന്നെയാണെന്ന് ഉറപ്പാക്കിയ ശേഷം വേതാളം ജ്ഞാനശീലൻ എന്ന കപട സന്യാസിയുടെ തനിനിറം വിക്രമാദിത്യ മഹാരാജാവിന് വെളിവാക്കി കൊടുത്തു. പിന്നെ ആ സന്യാസിയെ എങ്ങനെ വകവരുത്തണമെന്നും പറഞ്ഞു കൊടുത്തു. അവർ രണ്ടുപേരും യാഗാഗ്നി എരിയുന്ന ജ്ഞാനശീലൻ്റെ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. സന്തുഷ്ടനായ ജ്ഞാനശീലൻ വിക്രമാദിത്യനോട് സ്നാനം ചെയ്തു വരാൻ ആവശ്യപ്പെട്ടു. ജ്ഞാനശേഷം തിരിച്ചു വന്ന മഹാരാജാവിനോട് അഗ്നികുണ്ഡത്തെ സാഷ്ടാംഗം നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങ് അതൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. സന്യാസി വിക്രമാദിത്യൻ അത് കാണിച്ചു കൊടുത്തു. വേതാളം പറഞ്ഞ പോലെ ഒട്ടും താമസിക്കാതെ വിക്രമാദിത്യൻ സാഷ്ടാംഗം കുനിഞ്ഞു നിൽക്കുന്ന സന്യാസിയുടെ തല വെട്ടി. ജ്ഞാനശീലൻ്റെ തല അഗ്നികുണ്ഡത്തിൽ വീണെരിഞ്ഞു. അങ്ങനെ വിക്രമാദിത്യനെ ബലി കൊടുക്കാൻ തീരുമാനിച്ച ജ്ഞാനശീലൻ്റെ കഥ കഴിഞ്ഞു. വിക്രമാദിത്യ കഥകൾ പൂർണ്ണരൂപത്തിൽ കേൾക്കാൻ ഹാർമണി ഹബ് @RVK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.